ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചത് കേരളത്തിൽ CPM-ന് സംഭവിക്കും. കോൺഗ്രസ് ഏറ്റവും ദുർബലം. ജനങ്ങൾക്ക് യാതൊരു വിശ്വാസവും കോൺഗ്രസിലില്ല. ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കേരളം കളമൊരുങ്ങുകയാണ്. അതുകൊണ്ട് VD സതീശൻ്റെ മുഖ്യമന്ത്രി മോഹമൊന്നും ഇനി കേരളത്തിൽ വില പോകില്ല എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ വെട്ടിക്കൊണ്ടുവന്നു. കേരള ജനത ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന അതാണ് കേരളത്തിലെ രണ്ട് മുന്നണികളെയും ഇങ്ങനെ അസ്വസ്ഥമാക്കുന്നത്. VD സതീശൻ്റെ മുഖ്യമന്ത്രി മോഹമാണ് ഇല്ലാതാവുന്നത്. ആ തന്ത്രപ്രധാനമായ ആ സ്ഥലത്ത് പോവുക. അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാമ്പത്തിക കുറ്റാരോപണത്തിന് കേരള ഹൈക്കോടതിയുടെ മുന്നിൽ പ്രതിയായി നിൽക്കുന്നൊരു പ്രതിയുമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോവുക. ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം ചില കാര്യങ്ങളെ നേരിടേണ്ടി കൂടി വരും. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ വികസന കേരളം തന്നെയാണ്, മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോഴും പലതരത്തിലുള്ള പരിഹാസങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നുണ്ട്. മലയാളം നേരെ സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാവാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവടക്കം പറയുന്നത് അദ്ദേഹം മുണ്ട് അഴിച്ച് തലയിൽ കെട്ടിയാൽ പോലും കുഴപ്പമില്ല തരത്തിലുള്ള പരിഹാസങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിനുള്ളൊരു മറുപടി എന്താ? VD സതീശൻ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ എന്തിനാ പറയുന്നത്? അത് എന്തിനാ വല്ലാതെ ഭയക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൻ്റെ ഭയപ്പാട് അതിൽ നിന്ന് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണല്ലോ. VD സതീശന് അറിയാം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആരാണെന്ന്. അദ്ദേഹം ഈ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പോകുന്ന രാഷ്ട്രീയപരമായ മാറ്റം എന്താണെന്ന് നല്ലവണ്ണം അറിയാവുന്നയാളാണ്. അതുകൊണ്ട് VD സതീശൻ്റെ മുഖ്യമന്ത്രി മോഹമൊന്നും ഇനി കേരളത്തിൽ വില പോകില്ല എന്ന് കൃത്യമായും മനസ്സിലാക്കിയിട്ട് ആ വെപ്രാളത്തിലാണ് VD സതീശനെ പോലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു ബഹളത്തിലാണോ ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്? അതെ, ഞങ്ങളുടെ വികസന കാഴ്ചപ്പാടുമായി നിങ്ങൾ സംവേദിക്കുക. BJP ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള, മോഡി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന കാഴ്ചപ്പാടാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് പറ, ആ നയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറ. എന്തിനാ വ്യക്തിപരമായ ആക്ഷേപത്തിന് പോണത്? അദ്ദേഹത്തിന് മലയാളിയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇവിടെ ആർക്ക് യാതൊരു സംശയമില്ല. VD സതീശന് മാത്രമേ സംശയമുള്ളൂ. VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനെ സംബന്ധിച്ചുള്ള തർക്കമൊക്കെ കോൺഗ്രസ് നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ വെട്ടിക്കൊണ്ടുവന്നു എന്നതിനൊക്കെ സംബന്ധിച്ച് വലിയ തർക്കമുണ്ട്. അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വളരെ വലുതാണ്. ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവില്ല. KC വേണുഗോപാലിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവണോ, VD സതീശനാവണോ, രമേശ് ചെന്നിത്തലയ്ക്കാവണോ, തർക്കമാണല്ലോ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. ജനത്തിന് ഇതിനോടൊന്നും യാതൊരു താല്പര്യമില്ല. ഇവർ 3 പേരും മുഖ്യമന്ത്രിയാവണം എന്നുള്ള താല്പര്യവും കേരള ജനതയ്ക്കില്ല. കേരള ജനത ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്നൊരു ഗവൺമെൻറ് വരണം. അവിടെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസക്തി. അദ്ദേഹം ആ വികസന കാഴ്ചപ്പാട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാക്കി. അദ്ദേഹത്തെ പോലുള്ള കഴിവുള്ളയാൾ, കേന്ദ്രമന്ത്രിസഭയിൽ മികവ് തെളിയിപ്പിച്ചയാൾ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയയാൾ, കേരളത്തിലെ യുവതലമുറയ്ക്ക് സ്വീകാര്യനായ ആൾ, IT വ്യവസായ രംഗത്തുമൊക്കെ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള, താൻ കൈവച്ചിട്ടുള്ള എല്ലാ മേഖലയിലും സ്വന്തം കഴിവ് തെളിയിച്ചിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖറിൽ കേരളം വലിയ വിശ്വാസം, വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അതാണ് കേരളത്തിലെ രണ്ട് മുന്നണികളെയും ഇങ്ങനെ അസ്വസ്ഥമാക്കുന്നത്. VD സതീശൻ്റെ മുഖ്യമന്ത്രി മോഹമാണ് ഇല്ലാതാവുന്നത്. ആ അസ്വസ്ഥത, ആ വെപ്രാളമാണ് VD സതീശൻ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചടങ്ങിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി തൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ ഭാര്യയും ചെറുകുട്ടിയടക്കം ആ സ്ഥലത്തേക്ക് പോയത് അതൊരു വിവാദമായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ BJPയുടെ അധ്യക്ഷൻ പങ്കെടുക്കുന്നതിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ വെച്ചിട്ട് എന്താണ് അങ്ങേക്ക് പറയാൻ? രാജ്യത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായൊരു സ്ഥലത്ത്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ശ്രീലങ്കയുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ആ വിഴിഞ്ഞം തുറമുഖത്ത് തന്ത്രപ്രധാനമായൊരു സ്ഥലത്ത് സാമ്പത്തിക കുറ്റാരോപണത്തിന് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന മകളുമൊത്ത് പോയത് തെറ്റാണോ ശരിയാണോ? നമ്മൾ അവിടെയാണ് ചോദിക്കുന്നത്. എന്താ വീണയെ സംബന്ധിച്ചുള്ള ചോദ്യം? ചെയ്യാത്ത ജോലിക്ക് കമ്പനിയിൽ നിന്ന് കാശ് വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ തന്ത്രപ്രധാനമായ സ്ഥലം, നമ്മൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും തന്ത്രപ്രധാനമായൊരു സ്ഥലത്ത് മുഖ്യമന്ത്രിക്ക് പോവാം, ഒപ്പം മന്ത്രിമാരുണ്ട്, തുറമുഖത്തിന് ഡയറക്ടർ അടക്കമുള്ളവരുണ്ട്. നമ്മൾ ഫോട്ടോയിൽ കണ്ടു.
അവരുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീണ വിജയനും പേരക്കുട്ടിയും ഒക്കെ പങ്കെടുക്കുന്ന നമ്മൾ കണ്ടു. അവിടെ സാമ്പത്തിക കുറ്റാരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു മകളുമൊത്ത് അവിടെ പോകുക, തന്ത്രപ്രധാനമായ ആ സ്ഥലത്ത് പോവുക, അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം മകളുടെ എല്ലാ നിർബന്ധത്തിനും വഴങ്ങിക്കൊടുക്കുന്ന പിതാവാണോ മുഖ്യമന്ത്രി എന്നതുകൂടി, ഈ കുറ്റാരോപണമൊന്നുമില്ല, കോടതിയുടെ മുന്നിൽ പ്രതിയായി നിൽക്കുന്ന ഒരാൾ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് പോവുക, അതും ഔദ്യോഗിക രഹസ്യങ്ങൾ അറിയാവുന്നവർ മാത്രം പോകേണ്ട ഒരു സ്ഥലത്ത്. കേരളത്തിലെ മുഖ്യമന്ത്രി, അതേപോലെ മറ്റ് മന്ത്രിമാർ, അവർ മാത്രം സൂക്ഷിക്കേണ്ട ഒരുപാട് രഹസ്യങ്ങൾ ഒരുപക്ഷെ തന്ത്രപ്രധാനമായ പ്രദേശത്തെ പ്രത്യേകതയാകാം. അത് ചോർത്തി കൊടുക്കുമെന്നല്ല ഞാൻ പറയുന്നത്. അത്രയും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് സാമ്പത്തിക കുറ്റാരോപണം അത് 100% അനുഭവിച്ചത്. കേരളത്തിൽ വേറെ എത്രയോ മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട്. ഇത്തരം പ്രധാനപ്പെട്ട ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അവർ മക്കളും അല്ലെങ്കിൽ ഇതൊന്നുമില്ലാത്ത മറ്റൊരു സ്ഥലത്ത്, തന്ത്രപ്രധാനമായ സ്ഥലത്ത് നമ്മളൊക്കെ വിഴിഞ്ഞം തുറമുഖം കാണാൻ ആഗ്രഹിക്കുന്നവരാണ്, പോകുന്നവരാണ്. വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പോകാം. കേരളത്തിൻ്റെ അല്ലെങ്കിൽ മറ്റെത്രയോ മന്ത്രിമാർ അങ്ങനെയൊക്കെ കുടുംബപരമായി അവർക്ക് ഉല്ലാസയാത്ര നടത്താൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു ഔദ്യോഗിക സ്വഭാവത്തിൽ, ഔദ്യോഗിക വാഹനത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായൊരു സ്ഥലത്ത് സാമ്പത്തിക കുറ്റാരോപണത്തിന് കേരള ഹൈക്കോടതിയുടെ മുന്നിൽ പ്രതിയായി നിൽക്കുന്നൊരു പ്രതിയുമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോവുക, അത് അനൗചിത്യമല്ല, തെറ്റാണ്. അതിൻ്റെ പിന്നിലുള്ള അജണ്ടയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതൊക്കെ മാറ്റിവെക്കാൻ ഇപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ഇതുപോലുള്ള പദപ്രയോഗമായിട്ട് CPM നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ പിന്നാടുകളിൽ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ്. ഒരു വലിയ രീതിയിൽ ഭയക്കുന്നുണ്ട് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു കടന്നു വരവ്. ഈ ഇരു മുന്നണികളെയും ഭയപ്പെടുത്തുന്നുണ്ട്. ഇരു മുന്നണിയും ഭയപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണി അതിൻ്റെ ശക്തി തെളിയിക്കും. ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചത് കേരളത്തിൽ CPMന് സംഭവിക്കും. കേരളത്തിൽ നിന്ന് കോൺഗ്രസ് 100% നിഷ്കാസിതമാകും. ഇത് രണ്ടു കൂട്ടരെ ഒരേപോലെ ഭയപ്പെടുത്തുന്നുണ്ട്. ബംഗാളിലെ ത്രിപുരയിലെ തുടർച്ചയായ ഭരണം പാളിച്ച് നമ്മുടെ മുന്നിലുണ്ട്. ജനങ്ങളെ വെറുത്ത, ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ CPM. അതിന് സമാനമായ രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ. കോൺഗ്രസ് ഏറ്റവും ദുർബലം, ജനങ്ങൾക്ക് യാതൊരു വിശ്വാസവും കോൺഗ്രസ്സിലില്ല. അവിടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ പോലൊരാൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തുക, അദ്ദേഹം നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാട് ചർച്ചയാക്കുക, ഇതേപോലൊരു ഗവൺമെൻറ്റിന് അവസരം കൊടുക്കണമെന്ന് കേരള ജനത ചിന്തിക്കുക, ആ ചിന്തയിലേക്കാണ് ഇന്ന് കേരള ജനത പോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന മാറ്റം നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വ്യക്തമായൊരു സൂചന രണ്ട് മുന്നണികൾക്കും കൊടുത്തിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കേരളം കളമൊരുങ്ങുകയാണ്. ആ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ്, എന്ന ദൗത്യമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരനുള്ളത്. അത് അദ്ദേഹം കൃത്യമായും നിർവഹിക്കുകയും ചെയ്യും. BJPയുടെ സിസ്റ്റത്തിലും അങ്ങനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഈ RCയുടെ ഒരു കടന്നു വരവോടുകൂടി അതിൻ്റെ ഒരു ചിട്ടയിലോ അല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം, പുതിയ അധ്യക്ഷൻ, പുതിയ കാഴ്ചപ്പാട്, ആ വലിയ മാറ്റം പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും, സാധാരണ പ്രവർത്തകരടക്കം എല്ലാ തലങ്ങളിലും ആ മാറ്റമുണ്ട്. വലിയ പ്രതീക്ഷ, സാധാരണ പ്രവർത്തകർക്കിടയിൽ BJPയിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ്.